welcome back to my channel and I'm your Nisha Devi. So, ഞാൻ ഫസ്റ്റ് ടൈം അല്ല 2-3 തവണയൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒട്ടുമിക്ക ടൈമിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ക്ലാസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം തന്നെ പറയാം, ഫസ്റ്റ് ടൈം ഒന്നല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യണത് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാറ്. ഇപ്പൊ സ്റ്റാൻഡൊക്കെ പിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടെ അപ്പൊ നമ്മളിവിടെ വന്ന് നോക്കുന്നത് ഹൗ ടു ഗെറ്റ് എ ജോബ് ഇൻ 2025. ദാറ്റ്സ് എ മെയിൻ ക്വസ്റ്റ്യൻ. എനിക്ക് ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, അതേപോലെ യൂട്യൂബ് കമന്റിൽ വരെ എനിക്ക് ചോദ്യം പറഞ്ഞതാണ്, എങ്ങനെ ജോലി കിട്ടും? ജോലി കിട്ടോ? അതാണ് ചോദ്യം. കിട്ടോ? എങ്ങനെ കിട്ടാം? ഫസ്റ്റ് തിങ്, നിങ്ങൾക്കൊരു ഡിഗ്രി എന്തായാലും വേണം കേട്ടോ. എന്ന് വെച്ചാൽ ഏത് ഡിഗ്രി എങ്കിലും ആവാം, പക്ഷെ ഡിഗ്രി മസ്റ്റ് ആണ്. പലരും പറയും ഡിഗ്രി വേണ്ട, 10th പ്ലസ് 2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോബിന് കയറാം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ അതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും ടാലന്റഡ് ആയിരിക്കണം, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് 10th പ്ലസ് 1 പ്ലസ് 2 ഡിഗ്രി പോലും ഇല്ലാതെ നിങ്ങൾക്ക് കയറാൻ പറ്റും, നിങ്ങൾ അത്രയും എക്സ്പേർട്ട് ആണെങ്കിൽ. ഇപ്പോൾ വീഡിയോ കാണുന്ന 100-ൽ 1% ആൾക്കാർ ചിലപ്പോൾ അത്ര എക്സ്പേർട്ട് ആവും, ബാക്കി 99% ആൾക്കാരും എന്നെ പോലെ എവറേജ് ഒക്കെ തന്നെയായിരിക്കും അല്ലേ. ഞാൻ അങ്ങനെ എക്സ്പെർട്ട് ഒന്നും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സ് ഫോളോ ചെയ്യാം. ഫസ്റ്റ് തിങ്, ഡിഗ്രി മസ്റ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക, റെഗുലർ ഓർ ഈവൻ ഡിസ്റ്റൻസ് ഓർ ഈവൻ ഓൺലൈൻ പോലും. ഓക്കെ, ഡിഗ്രി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ടെക്നോളജി വേണോ, പൈത്തൺ, ജാങ്കോ, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡെവലപ്മെന്റ്, ഡിസൈനിങ്, AI, ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിറ്റിക്സ്, ഏത് ഡൊമൈൻ ആയിക്കോട്ടെ, IT-യിലുള്ള ഏത് ഡൊമൈൻ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പഠിച്ചാൽ കിട്ടത്തില്ല എന്നൊരു പേടിയുണ്ട്, ഒരു ഗൈഡിനെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സമീപിക്കാം. അതല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന കുറേ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ടൈം അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സീനിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ടൈം അവൈലബിൾ ആണ്, ഫ്രീ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നവരാണെങ്കിൽ അവരെ കണക്ട് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പോയി പഠിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബൊക്കെ നോക്കി പഠിക്കാം. യൂട്യൂബിൽ എന്തോരം കോഴ്സസ് ഫ്രീ ആയിട്ടുള്ള, അതേപോലെ നമ്മുടെ കോഴ്സറയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാതെ തന്നെ കോഴ്സ് എടുക്കാൻ പറ്റും. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതും കമന്റിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് രീതിയിൽ ഫ്രീ ആയിട്ട് കോഴ്സസ് പഠിക്കാം, നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ കോഴ്സസ് പഠിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യില്ല. അതാണ് സെക്കൻഡ് തിങ്. നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യാം. നിങ്ങൾ ഏറ്റവും ജസ്റ്റ് ഒരു ബേസിക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഒരു ബിഗിനർ ലെവലിൽ ഞാൻ ഒരു ചെറിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നു. നമ്മളിപ്പോൾ ഒരു കോഡിങ് പഠിക്കുന്ന ടൈമിൽ ഹെലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്തോ വലിയൊരു കാര്യം ചെയ്താൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് കോഡ് എഴുതിയപ്പോൾ ഓർമ്മയുണ്ടാവും. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. എപ്പോഴാണെന്നറിയോ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. പ്ലസ് 1 പ്ലസ് 2 നമ്മൾ സി പ്രോഗ്രാം, സി ആണോ CPP ആണോ പ്ലസ് 1 പ്ലസ് 2 ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഹെലോ വേൾഡ് പ്രിന്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ എന്തോ വലിയ ആളായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ അങ്ങനെ എനിക്ക് കോഡിങ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയതാണ്. അപ്പൊ അതേപോലെ എല്ലാത്തിനും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് തുടങ്ങി നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പ്രൊജക്ട് ചെയ്തു, ഇനി കുറച്ചും കൂടി വലുതൊന്ന് ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എന്തായാലും വരും. അപ്പൊ എന്ത് ചെയ്യാം, പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നല്ലൊരു പ്രൊജക്ട് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കാം. ചെറുതീന്ന് ഇങ്ങനെ തുടങ്ങി മുകളിലോട്ട് എത്താം. ഓക്കെ ഫൈൻ. പക്ഷെ മുകളിൽ എത്തുമ്പോൾ ജസ്റ്റ് എല്ലാവരും ചെയ്യുന്ന കോമൺ പ്രൊജക്ട് മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത മിസ്റ്റേക്ക്. റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പ്രൊജക്ട്സുകൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ വേറിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ ഓരോ കൊല്ലം കഴിയും തോറും ഒരുപാട് കുട്ടികൾ നമ്മളുടെ ഇൻഡസ്ട്രിയിലൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ 10-20 കൊല്ലം മുൻപുള്ള ആൾക്കാർ തൊട്ട് ഇപ്പൊ പാസ് ഔട്ട് ആവുന്ന ആൾക്കാർ വരെ അത്രയും ക്യൂ ഉണ്ട്. അപ്പൊ ആ ക്യൂവിന്റെ പിന്നിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റീസെന്റ് പാസ് ഔട്ട് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ക്യൂവിന്റെ ഏറ്റവും മുന്നിലായിരിക്കും. അങ്ങനെ എവിടെയാണ് നിങ്ങൾ നിൽക്കണേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, അവരിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവണം, വിച്ച് സോൾവ്സ് റിയൽ വേൾഡ് പ്രോബ്ലം or which is a solution for the real world problem. Okay, അപ്പൊ അതാണ്
മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന പ്രോജക്റ്റുകൾ അങ്ങനെ ചെയ്യും. ചിലപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ പൈത്തൺ ജാങ്കോ ആണ് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ്, നിങ്ങൾ ചിലപ്പം ആദ്യം ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള എന്താ പറയുക, ഒരു ബ്ലോഗ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ഇ-കൊമേഴ്സ് പ്രൊജക്ട് എന്തെങ്കിലും ചെയ്യും. സിമ്പിളായിട്ട് ചെയ്യാതെ അതതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. ഇനി മൂന്നാമതൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ മാത്രം വെറുതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തു എന്ന് എന്നിട്ട് എഴുതി കൊടുക്കുന്നുണ്ടാവും. അത് മാത്രം കാര്യമില്ല, അത് മാത്രം കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളത് എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. എവിടേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും? ഗിറ്റബിൽ പബ്ലിഷ് ചെയ്യുക, അത് ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യുക. ലിങ്ക്ഡിനിൽ ആ പ്രൊജക്റ്റിന്റെ വർക്കിംഗ് വീഡിയോ പ്ലസ് ഗിറ്റബിന്റെ ലിങ്ക് അല്ലെങ്കിൽ വർക്കിംഗ് ലൈവ് സൈറ്റിന്റെ ലിങ്ക് എല്ലാം കൂടി നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ കണക്ഷനിലുള്ളവരും അവരുടെ കണക്ഷനിലുള്ളവരും ഇങ്ങനെ കണ്ടുപോകുന്നുണ്ടായിരിക്കും, ഇംപ്രഷൻസ് കൂടുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പം അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആണോ? ഡെയിലി ലിങ്ക്ഡിനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കിക്കോ. ഇപ്പം എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഒരു ലീഡ് കോഡ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് ലീഡ് കോഡിൻ്റെ അത് ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ചെറിയൊരു ടിപ്സോ ട്രിക്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോജക്റ്റോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ റെലവൻ്റ് ആണ് എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഫ്രഷേഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇയർ ഗ്യാപ്പ് ഉള്ളവർ അല്ലെങ്കിൽ ആരായിക്കോട്ടെ ജോബ് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റ് കൂടുതൽ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ചെറിയ പ്രൊജക്റ്റുകളല്ലാതെ ചെറുതും ചെയ്തോ, പക്ഷെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിലുള്ള പ്രൊജക്റ്റുകൾ കൂടുതലും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. അതും അതേപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഫീച്ചേർഡ് സെക്ഷൻ ഉണ്ടാവും ലിങ്ക്ഡിനിൽ, അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ റെസ്യൂം ഒരു നിങ്ങളിപ്പോൾ ഒരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ റെസ്യൂമിൽ ജസ്റ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതേപോലെ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ്, പിന്നെ ചെറിയ സർട്ടിഫിക്കേഷൻ, ഇത്ര മാത്രമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ആഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അപ്പം അത് ഒരു പെർഫെക്റ്റ് ആണെന്നില്ല. ഇന്ത്യ സ്കോർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ അതൊരു റിക്രൂട്ടേഴ്സിന് ഒരു ഇമ്പാക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ റെഫർ ചെയ്യുന്ന ആൾക്കൊരു ഇമ്പാക്റ്റ് തരാം, അങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടണം എന്നില്ല. അപ്പം നല്ലൊരു പെർഫെക്റ്റ് റെസ്യൂം നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഒരു 2 days എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ടൈം ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നാട്ടിൽ പോയിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ഈ നാട്ടിലേക്ക് പോവാണ്, നമ്മളെ തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്ന റെസ്യൂം. അപ്പോൾ റെസ്യൂം എന്ത് ചെയ്യുക, നല്ലൊരു പെർഫെക്റ്റ് റെസ്യൂം നിങ്ങൾ ബിൽഡ് ചെയ്യുക. എന്തായാലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെ റെസ്യൂം ക്രിയേറ്റ് ചെയ്യണം ഫോർ ബോത്ത് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ആസ് വെൽ ആസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ കരിയർ വെച്ച് നോക്കുന്നവർ ആരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്യൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പോൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്യൂമിൽ നിങ്ങളുടെ പ്രൊജക്ട്സ് ഒക്കെ ആഡ് ചെയ്യണം കേട്ടോ. ഗിറ്റബിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണം, ലിങ്ക്ഡിൻ്റെ ലിങ്ക് ആഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ പോർട്ട്ഫോളിയോ ഒക്കെ വെബ്സൈറ്റിലാണ് ക്രിയേറ്റ് ചെയ്യണതെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി റെസ്യൂം ക്രിയേറ്റ് ചെയ്തു, അതേപോലെ ലിങ്ക്ഡിൻ നിങ്ങൾ സെറ്റ് ആക്കണം. ലിങ്ക്ഡിനിൽ കവർ ആഡ് ചെയ്യുക, അബൌട്ട്, പിന്നെ ബയോ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡെയിലി പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക വിത്ത് #. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി റീച്ചിൽ കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങാം. എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നൗക്കരി, ഇൻഡീഡ്, ലിങ്ക്ഡിനിൽ തന്നെ അപ്ലൈ ചെയ്യാം, ഗ്ലാസ് ഡോർ, അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാം. ഓക്കെ. പുറത്തുനിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, മഴയാണ്, വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യും. സ്റ്റിൽ എനിക്ക് ജോലി കിട്ടുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ഇന്റർവ്യൂ കോൾ പോലും വരുന്നില്ല. അതാണ് കുറേ പേരുടെ പ്രശ്നം. നിങ്ങൾക്ക് റെസ്യൂം ഓക്കെയാണ്, നിങ്ങളുടെ റെസ്യൂം ഓക്കെയാണ്, പോർട്ട്ഫോളിയോ ഓക്കെയാണ് എങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. പ്ലസ് നിങ്ങൾ നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഞാൻ പറഞ്ഞ പോലെ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന നല്ലൊരു പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ റെസ്യൂമിൽ പെർഫെക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഫൈൻ.
ഇനി തേർഡ് സ്റ്റെപ്പ്, നിങ്ങൾ എല്ലായിടത്തും ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കരി, അങ്ങനെ എല്ലാത്തിലും ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ പോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു കോഴ്സിന് പോയി, അപ്പൊ താൻ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തുള്ള ആൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഞാൻ എവിടെ ഇരുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? അപ്പൊ ആരും എടുക്കുക? അപ്പൊ നമ്മൾ രണ്ടാളും ഒരേ റെസ്യൂമ കൊടുത്തു നോക്കുന്നത്. ഞാൻ പക്ഷെ കുറച്ചും കൂടി ഒരു പെർഫെക്റ്റ് റെസ്യൂമ ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കും. അപ്പൊ ആരും എടുക്കുക? എന്നെയല്ലേ? പക്ഷെ എടുക്കണമെന്നല്ല, ഐ മീൻ ഇന്റർവ്യൂ കോൾ ആർക്ക് ആദ്യം വരാം? എനിക്കാണ് വരാം, അല്ലേ? പക്ഷെ നീയോ ഞാനോ മാത്രമല്ല ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ലിങ്ക്ഡിൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 100+ അപ്ലിക്കൻസ് അതിലുണ്ട് ഓൾറെഡി, അല്ലെങ്കിൽ 500+ അപ്ലിക്കൻസ് ഓൾറെഡി നിങ്ങളുടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ 24 hours പബ്ലിഷ് ചെയ്ത് വെക്കുന്ന ജോബ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് അതിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, റീസെന്റ് ആയിട്ട് 24 hours അല്ലെങ്കിൽ ഒരു 1 week 1 ഡേക്കുള്ളിലോ അല്ലെങ്കിൽ 2 daysനുള്ളിലൊക്കെ അവര് പബ്ലിഷ് ചെയ്ത് വെക്കുന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ലിങ്ക്ഡിനിൽ ജോബ് പോസ്റ്റ് മാത്രമല്ല, നമുക്ക് പോസ്റ്റുകളായിട്ട് ആളുകൾ ഇടുന്നുണ്ടായിരിക്കും, മെയിൽ ID നമ്പറൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അപ്ലൈ ലിങ്ക് കൊടുത്തിട്ട് അതിനും അപ്ലൈ ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ അവരുടെ കമ്പനി വെബ്സൈറ്റ് എടുത്ത് നോക്കാം. ഓരോ കമ്പനി വെബ്സൈറ്റ്സിലും കരിയർ പേജ് ഉണ്ടാകും. ആ ഒരു കരിയർ പേജിൽ എന്ത് ചെയ്യാം? ജോബിന് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്യേണ്ട ഇനിയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ, ഞാനിപ്പം ഇനി നാട്ടിൽ പോകാതിരിക്കുന്ന ടൈമിലാണ് നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നാട്ടിൽ ഞാൻ സിസ്റ്റം കൊണ്ടുപോകുന്നുണ്ടാവില്ല, സിസ്റ്റം ഇവിടെ കാലിക്കറ്റ് വെച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് എനിക്ക് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ 2 വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ടാവും. ജോബിനെ എങ്ങനെ സെർച്ച് ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, റെസ്യൂം എങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കരി ഇതിൽ മാത്രമല്ല നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാനുള്ളത് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എത്രാമത്തെ സ്റ്റെപ്പാണ് പറയണത് എനിക്ക് ഓർമ്മയില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ എങ്ങനെ ലിങ്ക്ഡിനിൽ അപ്ലൈ ചെയ്തു, റീസെന്റ് ആയിട്ട് 24 hours അപ്ലൈ ചെയ്തു, എന്നിട്ടും എനിക്ക് ജോലിയില്ല. ഇപ്പൊ ഇന്ന് ജൂലൈ, ഈ മാസം ജൂലൈ ആയിട്ട്, ഇനി വരാൻ പോകുന്നത് ജൂലൈ ആണ്, ജൂൺ ആയിട്ട്. അപ്പോ 6 മാസം കഴിഞ്ഞു, 7ാം മാസത്തിലോട്ട് കിടക്കാണ് നമ്മൾ. പിന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തായാലും ജൂലൈയിലായിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോ ഞാൻ പറയാൻ വന്നത്, ഇതൊക്കെ ഞാൻ ചെയ്തു. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗക്കരി, റീസെന്റ് 24 hours എല്ലാം ഞാൻ ചെയ്തു, എന്നിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു കോള് പോലും വരുന്നില്ല. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് റെഫറൽ റിക്വസ്റ്റ്. ലിങ്ക്ഡിനിൽ നിങ്ങളുടെ കണക്ഷൻ നല്ലോണം ബിൽഡ് ചെയ്യാം. അത് ജസ്റ്റ് ബേസിക് സ്റ്റുഡൻസിന് മാത്രം ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. സ്റ്റുഡൻസിന് ബിൽഡ് ചെയ്തു, അവരുടെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ബിൽഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സീനിയർ ലെവലിലുള്ള ആൾക്കാർ, HR, CEO, നമ്മളെക്കാൾ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. എല്ലാവർക്കും റിക്വസ്റ്റ് അയച്ചോ, ഡെയിലി പറ്റുന്ന അത്രയും മാക്സിമം റിക്വസ്റ്റ് അയക്കാം, ബാൻ ആവാതിരിക്കാൻ നോക്കട്ടോ. പക്ഷെ നമ്മൾ ബോട്ടാന്ന് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് ടൈം ലിമിറ്റ് തരുന്നുണ്ടായിരിക്കും. അപ്പൊ അത്രയ്ക്ക് ഇരിക്കില്ലെങ്കിലും ഡെയിലി മാക്സിമം പറ്റുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, റിക്വസ്റ്റ്, കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ഫേസ്ബുക്കിൽ നമുക്ക് ആഡ് ഫ്രണ്ട് കൊടുക്കില്ലേ, അതേപോലെ തന്നെ ലിങ്ക്ഡിനിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക എല്ലാവരെയും. ഫേസ്ബുക്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും പിടിച്ച് ഇങ്ങനെ ചെറുപറാന്ന് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് കമ്പനിയിലാണോ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്, എനിക്ക് ഈ കമ്പനിയിൽ കയറി കൊള്ളാമെന്നുണ്ട്, അങ്ങനെയുള്ള കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിലത്തെ സീനിയർ ലെവൽ അല്ലെങ്കിൽ HR അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡ് അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് അയക്കാം. റിക്വസ്റ്റ് അയച്ച് നേരിട്ട് ചെന്ന് ഹലോ ആം നിമിഷ, എനിക്കൊരു റെഫറൽ തരുമോ എന്ന് ചോദിച്ചാൽ അവരത് തരത്തില്ല. തരാം, ചിലർ തരുന്നുണ്ടായിരിക്കും, നമ്മുടെ റെസ്യൂം അയക്കാൻ പറയും, വേക്കൻസി ഉണ്ടെങ്കിൽ അവർ പറയാന്ന് പറയും, പക്ഷെ ചിലർ അവർ തരത്തില്ല. അപ്പൊ ആദ്യം ജസ്റ്റ് ഒന്ന് അവരെ പരിചയപ്പെടാം. ഹലോ, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടായിരുന്നു, നിങ്ങളുടെ പ്രൊജക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്വൈറ്റ് ഇംപ്രസീവ്, അവരെ കുറിച്ചൊന്ന് പറയാം, നിങ്ങളുടെ ആളെ കുറിച്ച് നമ്മളൊന്ന് സ്റ്റഡി ചെയ്തു, അതല്ലെങ്കിൽ അവരുടെ കമ്പനിയെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തു എന്ന രീതിയിൽ നമ്മൾ മെസ്സേജ് അയക്കാനായിട്ട് നോക്കാം. അപ്പൊ അങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പതിയെ എങ്ങോട്ട് കടക്കാം,
ഞാനിങ്ങനെ ജോബ് നോക്കുന്നുണ്ട്. ഞാൻ ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി 2019 പാസ് ഔട്ടാണ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചധികം ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ റീസെൻറ്റ് പാസ് ഔട്ടാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ ഡാറ്റ സയൻസിലോട്ട് അല്ലെങ്കിൽ പൈത്തൺ ജാങ്കോയിലോട്ടാണ് ഞാൻ നോക്കുന്നത്. അതിൽ ഇന്ന സ്കിൽസ് ഒക്കെ എനിക്കുണ്ട്, ഇന്ന പ്രൊജക്റ്റുകൾ ഞാൻ ചെയ്തു, അതിന് ഇത്ര ഇമ്പാക്റ്റ് വന്നു, അങ്ങനെ പറയാൻ നോക്കാം. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അവരുടെ കമ്പനിക്ക് എന്താണ് യൂസ്, അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് അവരുടെ കമ്പനിയിൽ റെഫർ ചെയ്യണം, ആ ഒരു കാര്യം അവരെ പറഞ്ഞ് ബോധിപ്പിക്കാം. അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, അപ്പൊ അത് പെർഫെക്റ്റ് ആയെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു റെഫറൽ റിക്വസ്റ്റ് കിട്ടും. പക്ഷെ ശ്രദ്ധിക്കുക, റെഫറൽ റിക്വസ്റ്റ് എപ്പോഴും ഒരിക്കലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ടാമതൊരു ചാൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പൊ റെഫറൽ റിക്വസ്റ്റ് ചോദിക്കുന്ന ടൈമിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ എന്നുള്ള ചോദ്യം ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് യെസ് എന്നാണ് മറുപടി എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് റെഫറൽ റിക്വസ്റ്റ് ചോദിക്കാം. ഞാൻ ഇന്നൊക്കെ സ്കില്ല് എനിക്കുണ്ട്, ഈ ഡിഗ്രിയാണ് ഞാൻ പഠിച്ചു വെക്കുന്നത്, ഞാൻ ഇന്ന പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അത് ഇത്രയും നിങ്ങളുടെ കമ്പനിയിലെ പ്രൊജക്റ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പറയാം. അവരുടെ കമ്പനിയിൽ ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റ് ചെയ്ത് നോക്കുന്ന പ്രൊഡക്ട്സുകളായിരിക്കും അവരുടെ കമ്പനിയിൽ ഉണ്ടാവാം, നിങ്ങൾ ചെയ്ത് നോക്കുന്ന പ്രൊജക്റ്റുകളും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന കോൺട്രിബ്യൂഷൻ എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ റെസ്യൂം ഇതാണ്, പ്ലീസ് കൈൻഡ്ലി റെഫർ മീ ഇഫ് എനി വേക്കൻസി അവൈലബിൾ ഇൻ യുവർ കമ്പനി, അങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. ആദ്യം ഒറ്റയടിക്ക് ചെന്നിട്ട് എന്നെ റെഫർ ചെയ്യോ എന്ന് ചോദിക്കരുത്, അതാരും അങ്ങനെ റെഫർ ചെയ്തൊന്നും വരത്തില്ല. അത് കുറച്ചും കൂടി ഒരു റൂഡായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആദ്യം ആളെ ഒന്ന് പരിചയപ്പെടാൻ ഫ്രണ്ട്ലി ആവാം, എന്നിട്ട് ചോദിക്കാം ഇന്ന സ്കിൽസ് ഒക്കെ എനിക്കുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ചോദിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ അവരുടെ കമ്പനിയിൽ ഏതെങ്കിലും വേക്കൻസി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ നിങ്ങളുടെ കമ്പനിയിൽ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇന്ന സ്കിൽസ് ഉണ്ട്, ഇന്ന പ്രൊജക്ട് ഞാൻ ചെയ്തു, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ റെഫർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ രീതിയിൽ ചോദിക്കും. ഇതിപ്പോൾ ഒരു കോഴ്സ് അല്ല, ഇപ്പം ഞാൻ AI അല്ലെങ്കിൽ ഡാറ്റ സയൻസ് മാത്രം പറയണോണ്ട് അതിന് മാത്രമല്ല, പൈത്തൺ, ജാങ്കോ, ഡിസൈനിങ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഏതായിക്കോട്ടെ, IT ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് മസ്റ്റാണ്. അതൊരു 80 to 85% നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ആ ഒരു റെഫറൽ റിക്വസ്റ്റ് ത്രൂ നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചാൻസ് ആ ഒരു റെഫറൽ റിക്വസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ റെഫറൽ ഒരിക്കലേ ഉണ്ടാവും, അത് നോട്ട് ചെയ്ത് വെക്കാം. ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ വന്നു. ഓക്കെ, പിന്നെയുള്ളത്, ഇപ്പം നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഒരുപാട് ഇയർ ഗ്യാപ്പ് ഉള്ളവരുണ്ടായിരിക്കാം. ഒരുപാട് പേരുണ്ട് ഇയർ ഗ്യാപ്പ് ഉണ്ടായിട്ടും ജോലിക്ക് കയറുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ടും കിട്ടാതാവുമ്പോൾ നമുക്കൊരു വിഷമം വരും. അയ്യോ, ഞാൻ ഇത്രയും ശ്രമിച്ചു, ഇനി എനിക്ക് കിട്ടുമോ, എനിക്കിപ്പോൾ എത്ര വയസ്സായി, അല്ലെങ്കിൽ ഇത്ര ഇയർ ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഡൊമൈനാണ്, അങ്ങനെ പേടിച്ച് നിൽക്കുന്ന കുറച്ച് പേരെ മെസ്സേജ് എനിക്ക് വന്നിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്രത്തോളം എത്തിയെങ്കിൽ ചിലപ്പം നമ്മളിപ്പോൾ ഒരു മീംസ് ഒക്കെ കാണാറുണ്ട്, നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി വന്നു, ഇനി ചിലപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പ് എത്തിയാൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു സക്സസ്സിൽ എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ഒരൊറ്റ സ്റ്റെപ്പ് കയറുന്നതിന് മുൻപ് എന്തോ ഒരു സ്റ്റെപ്പാണ് ഞാൻ കയറി, ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പോന്നാല് ആ സക്സസ് അവിടെ പോയി, അല്ലേ? അതേപോലെ തന്നെ ഇത്രയും നാളെ നമ്മൾ ട്രൈ ചെയ്തു, ഇനിയും ഒരു പടി ചിലപ്പോൾ എടുത്തു വെക്കാൻ ഉണ്ടാവുള്ളൂ. ആ ഒരു എടുത്തു വെക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയല്ല, ഒരു പേടി വന്നു കഴിഞ്ഞാല് ആ സക്സസ് അതേപടി നിങ്ങളുടെ കയ്യിലെത്തത്തില്ല. അപ്പൊ അപ്പുറത്തൊരാള്, ഇപ്പൊ എത്രയോ പേര് ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ, ഒരു 42-ാം വയസ്സിൽ അല്ലെങ്കിൽ ഒരു 50-ാം വയസ്സിൽ സക്സസ് ആയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഒബിയസ്ലി IT ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡൗൺ ആണ്, ജോബ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഇപ്പൊ ഞാൻ 2019 പാസ് ഔട്ട് ആണെങ്കിൽ ഇപ്പൊ 2025 പാസ് ഔട്ട് ആയിട്ട് എത്രയോ പേരുണ്ട്. 2019 തൊട്ട് 2025 വരെ ഈ ഇയറിൽ തന്നെ പാസ് ഔട്ട് ആയിട്ടുള്ള, ഈ ഒരു ഇയർ ഗ്യാപ്പിൽ തന്നെ പാസ് ഔട്ട് ആയിട്ടുള്ള എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എത്രയോ പേരുണ്ട്, ഇല്ലേ? അപ്പോൾ അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് ഏതില്, ഈ ഒരു IT ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ അതില് നിങ്ങൾ വേറിട്ട് നിൽക്കണം. എനിക്ക് ഇന്ന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും കിട്ടില്ല എന്നല്ല അർത്ഥം വരുന്നത്. ഓക്കെ,
പിന്നെ ഞാനിപ്പോ ഒരു കമ്പനിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടൂ എന്നുമില്ല. നിങ്ങൾക്ക് തന്നെ പഠിക്കാം. ഓക്കെ, സെൽഫായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. എത്രയോ പേരുണ്ട് അങ്ങനെ. ഒരു കമ്പനിയിൽ തന്നെ പോയിട്ട് പഠിക്കണമെന്നില്ല. യൂട്യൂബിൽ കുറേ കോഴ്സസ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴ്സറ, ഉഡമി, എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് കോഴ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ കോഴ്സ് പഠിച്ചതിന് ശേഷം ഞാൻ കോഴ്സറയിൽ എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം, ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം 1 മന്തിന്റെ പേയ്മെന്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്പൊ അങ്ങനെ പല പല മെത്തേഡുകളുണ്ട് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സ്കിൽ ഇമ്പ്രൂവ് ചെയ്തു, പ്രൊജക്ട് പെർഫെക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു, അത് പെർഫെക്റ്റ് ആയിട്ട് ഷോക്കേസ് ചെയ്തു ഇൻ ലിങ്ക്ഡ്ഇൻ ഓർ ഗിറ്റ്ഹബ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സൈറ്റിൽ. ദെൻ കണക്ഷൻ ബിൽഡ് ചെയ്തു ലിങ്ക്ഡ്ഇനിൽ, റെഫറൽ റിക്വസ്റ്റ് അയച്ചു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടാൻ, ജോബ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇന്റർവ്യൂ കോൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു 80-85% എന്തായാലും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ജോബ് കിട്ടണത് എങ്ങനെയാ? നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു, ഇന്റർവ്യൂവിന് പെർഫെക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്തു, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ഇന്റർവ്യൂ കോൾ കിട്ടുന്ന കാര്യമാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ജോലി കിട്ടേണ്ട കാര്യമാണ് ഈ 2 കാര്യം. അപ്പൊ സ്കില്ല് എന്തായാലും ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങളെ എന്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ അവർ ചോദിക്കാണ് എന്താ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് ചോദിക്കാന്ന് വിചാരിക്കാം. അപ്പൊ എന്താന്ന് ഡെഫിനേഷൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രൊജക്റ്റിൽ ഇന്നതിൽ ലീനിയർ റിഗ്രഷൻ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇന്നൊരു ഇതാണ് കിട്ടിയത്, അങ്ങനെ രീതിയിൽ നമ്മുടെ പ്രൊജക്റ്റിനെ കണക്ട് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ട്രൈ ചെയ്യാന്നേ. എത്രയോ പേര് ജോബ് കിട്ടാത്ത എത്രയോ പേരുണ്ട്. അതല്ലെങ്കിൽ ജോബ് സ്വിച്ച് നോക്കുന്നവരുണ്ട് അല്ലെ. എല്ലാവർക്കും ഒരു ഗോളാണ് മെയിനായിട്ട് ജോബ്. നമ്മളൊന്ന് സെറ്റിൽ ആവണം, അതാണ് എല്ലാവർക്കും ഉള്ള ഗോൾ അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറ്റുവാണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഉറപ്പില്ല, എൻ്റെ നമ്പർ ഞാൻ അങ്ങനെ കുറേ പേർക്ക് ഞാൻ ഓൾറെഡി മുന്നേ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ജസ്റ്റ് ഒരു ഹായ് ബൈ മെസ്സേജ്, ഫ്ലർട്ടിങ് മെസ്സേജ്, അങ്ങനത്തെ രീതിയിലൊക്കെ എനിക്ക് കുറേ മെസ്സേജ് വന്നിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യില്ല, നിർത്തി. എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യാറില്ല, ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ നൈറ്റ് ടൈമിലൊക്കെ അങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം ഞാൻ പറ്റുവാണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ടെലഗ്രാമിലാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. ടെലഗ്രാം ഗ്രൂപ്പ് അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിൽ. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഒരു ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അപ്പുറത്തുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ. ഫൈൻ. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പം അതാണ് ഒരു IT ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തുള്ള ഒരാളെ റെഫർ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് അത് ചെയ്തോണമെന്നില്ല. റിലേറ്റീവ്സ് ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവിനോട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണ്ട കേട്ടോ. ഇങ്ങനെ ഒരു ജോബ് എന്തെങ്കിലും ചോദിച്ചെന്ന് പറഞ്ഞാൽ ജോബ് അങ്ങനെ ഇല്ല, ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറയാം, അങ്ങനെ രീതിയിൽ പോകുന്നുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ലിങ്ക്ഡ്ഇനിൽ പോയിട്ട് ഒരാളോട് റെഫറൽ റിക്വസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂം അയക്ക്, ഞാൻ എൻ്റെ കമ്പനിയിൽ HR ഫോർവേഡ് ചെയ്യാം, അപ്പോൾ അവിടെ നിന്ന് കണക്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് ശരിക്കും ഒരു കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതാണ് നമ്മളുടെ ഒരു IT ജോബ് അല്ലെങ്കിൽ ടെക് ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ കുറച്ചധികം നേരം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ മുഖവും ഞാൻ കണ്ടിട്ടില്ല വീഡിയോയിൽ. ഞാൻ ക്യാമറയ്ക്ക് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാത്രം ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നോക്കട്ടെ, വീഡിയോ ഓക്കെ ആണെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യും. നോക്കാം നമുക്ക് എന്തായാലും. പിന്നെ എനിക്കും വരുന്ന ജോബ് വേക്കൻസി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പല്ല, ഒരു വാട്സപ്പ് ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്യാം. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DR നിമിഷ ഡേവിയസ് എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ജേർണൽ ഓഫ് നീമു ഉണ്ട്, അതല്ല, DR നിമിഷ ഡേവിയസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വേക്കൻസി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ജോബ് നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹായ് ബൈ മെസ്സേജ് അയച്ചിട്ടെടുത്ത്, ഞാൻ റിപ്ലൈ തരില്ല. നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം എന്താണെന്നുള്ളത്. നിങ്ങളുടെ പ്രൊജക്റ്റ് നല്ലൊരു റെസ്യൂം ആദ്യം ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ റെസ്യൂമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഓക്കെ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ ലിങ്ക്
ഇപ്പോൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള സജഷൻസ് ഒക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വരീഡ് ആവേണ്ട നിങ്ങൾ എല്ലാവരും ഇതേ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതേ നിങ്ങളുടെ പോലെ തന്നെ ഒരു ജോബ് കിട്ടാണ്ട് ജോബിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവരായിരുന്നു. ഓക്കെ, അപ്പോൾ 2025 അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് നാള് കിടക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ ജോലി കിട്ടില്ല എന്നല്ല കേട്ടോ. അപ്പൊ ഈ ഒരു 6 months കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. ജൂലൈ തൊട്ട് 6 months കൂടിയുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു 100 days ഗോൾ സെറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു 100 daysനുള്ളിൽ എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ളൊരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ എന്നാണോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത് അന്നോട്ട് ഒരു 100 days നിങ്ങൾ സെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണാതെ അന്നോട്ട് ഒരു 100 days സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ 100 days നിങ്ങൾ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. ഈ 100 days കൺസിസ്റ്റന്റ് ആയിട്ട് ലിങ്ക്ഡിനിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുക. ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും പ്രൊജക്റ്റിന് സ്പെൻഡ് ചെയ്യുക. ഓക്കെ, 1 hour പ്രൊജക്റ്റ്, 1 hour പഠിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ 2 hour എങ്കിലും മിനിമം നിങ്ങൾ ഡെയിലി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ഫൈൻ. പിന്നെ ഈ 100 daysനുള്ളിൽ എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതല്ലാതെ ഒരു കാര്യമില്ല. നമ്മൾ തന്നെ അയ്യോ എനിക്കൊന്നും കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഫൈൻ. സോ ഓൾ ദി ബെസ്റ്റ്. നമുക്കപ്പോൾ ഇനി ലിങ്ക്ഡിനിൽ ജോലി കിട്ടി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ.